നമുക്ക് ഉണക്കക്കപ്പ കൊണ്ട് ഒരു പുഴുക്കുണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉണക്കക്കപ്പ എടുത്ത് നേരത്തെ ഒരു 4 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏകദേശമൊക്കെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒരു കുക്കറിലോട്ട് വാരിയിട്ട് അതിനെ തിളപ്പിച്ച് ആദ്യം കുറച്ച് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ കുക്കറിനകത്ത് ഇട്ടിട്ട് അതിലോട്ട് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്യാം. ഞാൻ അതിൻ്റെ മുകളിൽ ഒരു വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് ഊറ്റിക്കളയാം. അപ്പോൾ അതിന് നമുക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി, 2 നെല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ജീരകം, ജീരകം, വലിയ ജീരകം ഇഷ്ടമുള്ളവർക്ക് അതിടാം. പിന്നെ ആവശ്യത്തിന് തേങ്ങ, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, കളറിന് വേണ്ടിയിട്ടൊരു കുറച്ച് മുളക് പൊടി, ഞാൻ കുറച്ച് ഗരം മസാല ചേർക്കട്ടെ. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് അരയ്ക്കണമെന്നില്ല, എന്നാലും ഒരു പുഴുക്കിൻ്റെ പാകത്തിന് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. അത് നമുക്ക് ആ വെള്ളം അങ്ങ് ഊറ്റിക്കളയാം. എന്നിട്ട് ഇങ്ങനെ ഊറ്റിയാൽ മതി. ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കുറച്ച് പാകത്തിന് ഉപ്പും ചേർത്ത് ഒറ്റ വിസിലടിക്കാനായിട്ട് വെക്കണം. നമ്മുടെ കപ്പപ്പുഴുക്ക് ഏകദേശം ശരിയായിട്ടുണ്ട്. പിന്നെ അതിനകത്ത് കുറച്ച് വെള്ളം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഗ്യാസിൽ തന്നെ വെച്ച് നമ്മൾ പറ്റിച്ചെടുക്കണം. ഏകദേശം വെള്ളം എല്ലാം പറ്റിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് ചേർക്കാൻ പോണത്. ഞങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടം. ഇഷ്ടമുള്ളവർക്ക് വെളിച്ചെണ്ണ കടുക് വറുത്ത് ഉണക്കമുളകും കരിവേപ്പിലയൊക്കെ ചേർത്ത് കടുക് വറുത്തിട്ടാലും ടേസ്റ്റായിരിക്കും. അങ്ങനെ നമ്മുടെ കപ്പപ്പുഴുക്കും